പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു ഉളുപ്പും ലജ്ജയുമില്ലാതെ CPM SDPI എന്ന തീവ്ര മതരാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPM വോട്ട് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. നമുക്കറിയാം, ഒരു മതേതര മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് CPM. എല്ലാ ന്യൂനപക്ഷ വർഗീയതകളെയും എല്ലാ ഭൂരിപക്ഷ വർഗീയതകളെയും തുല്യമായി എതിർക്കുന്ന പാർട്ടിയാണ് തങ്ങൾ എന്ന് പറയുന്ന CPM ഒരു തീവ്ര മതരാഷ്ട്രവാദ പാർട്ടിയായിട്ടുള്ള SDPIയിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ വോട്ട് വാങ്ങാൻ ഇത്തവണ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. SDPIയുടെ വോട്ട് വാങ്ങുമോ എന്ന് MA ബേബിയോട്, MV ഗോവിന്ദനോട്, പിണറായി വിജയനോട് ഉൾപ്പെടെ, വിജയരാഘവനോട് ഉൾപ്പെടെ എല്ലാ CPM നേതാക്കന്മാരോടും ഡസൻ കണക്കിന് തവണ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചിട്ടും അവരിൽ നിന്ന് തങ്ങൾ വോട്ട് വാങ്ങില്ല എന്ന് പറയാനുള്ള സാമാന്യ ബോധം, യുക്തി ഒരു CPM നേതാവും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നു. എന്തായാലും SDPI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടിയിൽ നിന്ന് CPM വോട്ട് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അവർക്ക് രാഷ്ട്രീയമായി അവരുടെ ഒരു രാഷ്ട്രീയ ആത്മഹത്യ ആയിരിക്കുമെന്നുള്ളത് ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. കാരണം SDPIയുടെ വോട്ട് വാങ്ങുമ്പോൾ CPMൻ്റെ മതനിരപേക്ഷ മതേതര വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാകാൻ പോകുന്നു ഒരു വശത്ത്. മറുവശത്ത് SDPIയുടെ വോട്ട് വാങ്ങുന്ന പറയുമ്പോൾ SDPIയിൽ തന്നെയുള്ള ഭൂരിപക്ഷം അണികളും അക്കാര്യത്തോട് യോജിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾക്കറിയാം. അപ്പോൾ ആ ന്യൂനപക്ഷ സമുദായങ്ങൾ അവർ ഏത് പാർട്ടിയിലായിക്കോട്ടെ അവർ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ വളർത്തിക്കൊണ്ടുവന്ന പിണറായി വിജയന് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിന് CPMന് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ SDPIക്ക് വോട്ട് കൊടുക്കാനുള്ള ഈ CPMൻ്റെ വോട്ട് വാങ്ങാനുള്ള CPMൻ്റെ തീരുമാനം CPMനും ദോഷമായിരിക്കും, അതിനേക്കാൾ കൂടുതൽ SDPIക്കും ദോഷമായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയമായി അതിനെക്കുറിച്ചിട്ട് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, SDPIയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള അതിനീചവും ക്രൂരവും രൗദ്രവുമായിട്ടുള്ള ഒരു കൊലപാതകത്തെക്കുറിച്ചിട്ടാണ്. അത് എറണാകുളത്തെ പ്രശസ്തമായിട്ടുള്ള മഹാരാജാസ് കോളേജിലെ 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്ന വട്ടവടയിൽ നിന്നുള്ള പിന്നോക്കക്കാരനായിട്ടുള്ള അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിനീചമായി ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഗുണ്ടകൾ നെഞ്ചത്ത് കുത്തി കൊലപ്പെടുത്തിയ ആ സംഭവം ആണ് ഇപ്പം SDPIയിൽ നിന്ന് വോട്ട് മേടിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. SDPIയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് അഭിമന്യുവിനെ കൊന്നത്. അപ്പോൾ SDPIയുടെ കൊലക്കത്തിക്കിരയായിട്ടുള്ള അഭിമന്യു ഉൾപ്പെടുന്ന ആ പാർട്ടിക്ക് എങ്ങനെയാണ് SDPIയിൽ നിന്ന് വോട്ട് വാങ്ങിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് CPMലെ മതേതരവാദികളായിട്ടുള്ള മതനിരപേക്ഷ മൂല്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന അണികൾക്കും അനുഭാവികൾക്കും ചോദിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട് ഹൃദയഭേദകമായിട്ടുള്ളൊരു അനുഭവം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, സൈമൺ ബ്രിട്ടോ 80-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിൽ കുത്തേറ്റ് അരയ്ക്കു താഴെ തളർന്നുപോയ സൈമൺ ബ്രിട്ടോ എന്ന വിപ്ലവകാരി, അരയ്ക്ക് താഴെ തകർന്നു പോയിട്ടും തൻ്റെ വിപ്ലവ പ്രവർത്തനത്തിൽ ഒരിഞ്ച് പോലും പുറകോട്ട് നടക്കാതിരുന്ന സൈമൺ ബ്രിട്ടോ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളായി. സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റിട്ടും സൈമൺ ബ്രിട്ടോ ഊർജിതമായി ആർജവത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി വിപ്ലവ പോരാട്ട രംഗത്ത് മരണം വരെ നിൽക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എൻ്റെ ഒക്കെ തന്നെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ബ്രിട്ടോ. ആ ബ്രിട്ടോ മഹാരാജാസിലെ അഭിമന്യു ജീവിതക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് DC ബുക്സിന് വേണ്ടി ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ സൈമൺ ബ്രിട്ടോ വളരെ വൈകാരികമായി അഭിമന്യുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ആ ഭാഗം വായിക്കുന്ന ഒരു CPMൻ്റെ ഒരു കേഡർക്കും ഒരു അണിക്കും ഒരു അഭ്യുദയകാംക്ഷിക്കും
പിന്നെ SDPI നിന്ന് വോട്ട് വാങ്ങിക്കുന്ന CPM-നോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ആ ഭാഗം എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ബോധ്യവും. സുഹൃത്തുക്കളെ, മഹാരാജാസ് അഭിമന്യു ജീവിതക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ 232 മുതൽ 238 വരെയുള്ള ആ ഭാഗം ഞാൻ ഇവിടെ സൈമൺ ബ്രിട്ടോയുടെ വാക്കുകളിൽ ഒന്ന് ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ സൈമൺ ബ്രിട്ടോ പറയുകയാണ്, ചെങ്ങന്നൂർ യാത്ര കഴിഞ്ഞ് 11 മണിക്ക് വീട്ടിലെത്തി. ബ്രിട്ടോ ഏതോ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. ഷാംപുവിനെ ബസ് സ്റ്റേഷനിലെത്തിക്കാൻ എൻ്റെ അനിയൻ ക്രിസ്റ്റി ബൈക്കുമായി കാത്തു നിന്നിരുന്നു. അവർ വണ്ടിയിൽ പോകുന്ന കടകട ഒച്ചയും കേട്ട് ക്ഷീണത്താൽ ഞാൻ ഉറങ്ങിപ്പോയി. 3:30 മണി വെളുപ്പിന് അസാധാരണമായി എൻ്റെ ലാൻഡ് ഫോൺ ശബ്ദിച്ചു. വിളിച്ചത് ഹരിദ്വാറിൽ നിന്നും അഭേദാനന്ദ ആശ്രമത്തിലെ മുഖ്യ സന്യാസിയായ സ്വാമി സംവിധാനന്ദ്. അദ്ദേഹമാണ് 3:30 മണിയായപ്പോൾ ബ്രിട്ടോയെ വിളിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ സ്വാമി പറഞ്ഞു, മഹാരാജാസിൽ കത്തിക്കുത്ത്, ഒരു വിദ്യാർത്ഥി മരിച്ചു, മറ്റൊരാൾ അത്യാസന്ന നിലയിൽ, മറ്റൊന്നും അറിയില്ല, ജീവൻ കിട്ടുമോ എന്ന് പറയാൻ പ്രയാസം. അവിടെ 3 മണിയായപ്പോഴത്തേക്കാണ് ഞെട്ടിക്കുന്ന വാർത്ത ജോൺ ബ്രിട്ടോയെ ഈ ഹരിദ്വാറിലെ അഭേദാനന്ദ ആശ്രമത്തിലെ മുഖ്യ സന്യാസിയായിട്ടുള്ള സ്വാമി സംവിധാനന്ദ് വിളിച്ചറിയിക്കും. ഉടനെ ഞാൻ മഹാരാജാസിലെ മുസ്തഫയെ വിളിച്ചു, കിട്ടിയില്ല. അമീർ ഫോൺ എടുത്തു. അവൻ്റെ വാക്കുകൾ എൻ്റെ നെഞ്ചത്ത് ഒരു നെൽമഴ പോലെ പെയ്യാൻ തുടങ്ങി. ബ്രിട്ടോ പറയുകയാണ്, അഷ്ടദിക്കുകൾ മരവിക്കും പോലെ കാറ്റിൽ വൻമരം പിഴുതു വീഴും പോലെ മിന്നൽ പിണർ പോലെ അറിഞ്ഞു അഭിമന്യു കുത്തേറ്റ് മരിച്ചു. അത് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു പെരുപ്പ് അനുഭവപ്പെടുകയാണ്. അമീറിൻ്റെ വാക്കുകൾ എൻ്റെ നെഞ്ചകത്ത് ഒരു നെൽമഴ പോലെ പെയ്യാൻ തുടങ്ങി. അഷ്ടദിക്കുകൾ മരവിക്കും പോലെ കാറ്റിൽ വൻമരം പിഴുതു വീഴും പോലെ മിന്നൽ പിണൽ പോലെ ഞാൻ അറിഞ്ഞു അഭിമന്യു കുത്തേറ്റ് മരിച്ചു. അർജുൻ രണ്ട് കുത്തേറ്റ് അത്യാസന്ന നിലയിൽ. വിനീതിനും കുത്തുണ്ട്. SDPI ക്യാമ്പസ് ഫ്രണ്ട് ഗുണ്ടകളാണ് മത തീവ്രവാദികൾ. സീനയെ വിളിച്ചുണർത്തി കാര്യം സത്യം. സീന ബ്രിട്ടോയുടെ ഭാര്യയാണ്. സീനയുടെ നിലവിളി കേട്ട് നിലാവ് ഉണർന്നു. നിലാവ് എന്ന് പറയുന്നത് ബ്രിട്ടോയുടെ മകളാണ്. അർജുൻ ദാസ് എൻ്റെ അനുജനെ വിളിച്ചുണർത്തി കൊണ്ടുവന്നു. കാറെടുത്ത് ആശുപത്രിയിൽ പോയി. അർജുനും അഭിമന്യുവും ചെല്ലുമ്പോൾ ആചാനുബാഹുക്കളായ 16 ഗുണ്ടകൾ അവിടെയുണ്ട്. അവർ പോസ്റ്റർ ഒട്ടിക്കലും കഴിഞ്ഞ് ലേഡീസ് ഹോസ്റ്റലിനരികിലെ ഇരുട്ടിലേക്ക് നീങ്ങുകയാണ്. അഭിമന്യു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരാണോ ആദ്യം മതിൽ ബുക്ക് ചെയ്തത് അവർക്ക് അവകാശപ്പെട്ടതാണ് ആ മതിൽ എന്ന് വിളിച്ചു. ക്യാമ്പസ് ഫ്രണ്ട് മിഴിയിൽ തിരുത്തി എഴുതിയ മതിലിന് നേരെ അഭിമന്യു നിന്നെഴുതി നല്ല വലിപ്പത്തിൽ എന്തെഴുതി, വർഗീയത തുലയട്ടെ എന്ന് ക്യാമ്പസ് ഫ്രണ്ടുകാരെഴുതിയ അതിന് മുകളിൽ അഭിമന്യു എഴുതി. ഇരുട്ടിൽ നിന്ന് തെമ്മാടികൾ ഒച്ച വെച്ചു. തെമ്മാടി കൂട്ടത്തിൽ ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വരൂ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇത് കേട്ട് അഭിമന്യു മുന്നിലായി മുന്നോട്ട് നടന്നതും ശത്രുക്കളെ പട്ടാളം വലയം ചെയ്യുന്നത് പോലെ അവർ 3 വശം വളഞ്ഞ് അതിലൊരുവൻ അർജുനെ ആഞ്ഞു കുത്തി. 1 അല്ല 2 വട്ടം. അഭിമന്യു ഇത് കണ്ട് തടുക്കാൻ മുന്നോട്ട് കുതിച്ചു. അർജുൻ അഭിമന്യുവിനെ പിന്നോട്ട് തള്ളി. പിറകോട്ടെടുത്ത കൈ ആരോ 2 പേർ പുറകിൽ കൂട്ടി ബന്ധിച്ചു. ഹൃദയം പിളർത്തി ഒറ്റ കത്തിയൊന്ന് തിരിച്ചു. ആ ഊക്കിൽ പിന്നിൽ നിന്നവർ കൈവിട്ടു. പിറകോട്ട് അവൻ തെറിച്ചു. 3ാമത്തെ കുത്ത് വിനീതിന് കൊള്ളുമ്പോൾ കുട്ടികൾ പിറകോട്ട് വലിഞ്ഞു. കത്തികളുമായി തെമ്മാടികൾ മുന്നോട്ടും. സുഹൃത്തുക്കളെ, ഞാൻ ആ ഖണ്ഡിക വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ വായിക്കുകയാണ്. ഇരുട്ടിൽ തെമ്മാടികൾ ഒച്ച വെച്ചു. തെമ്മാടിക്കൂട്ടത്തിൽ ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വരൂ നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇത് കേട്ട് അഭിമന്യു മുന്നിലായി മുന്നോട്ട് നടന്നതും ശത്രുക്കളെ പട്ടാളം വലയം ചെയ്യുന്നത് പോലെ അവർ 3 വശം വളഞ്ഞു. അതിലൊരുവൻ അഭിമന്യുയുടെ സുഹൃത്തായിട്ടുള്ള അർജുനെ ആഞ്ഞു കുത്തി 2 വട്ടം. അഭിമന്യു ഇത് കണ്ടു. തടുക്കാൻ മുന്നോട്ട് കുതിച്ചു. അർജുൻ അഭിമന്യുവിനെ പിന്നോട്ട് തള്ളി. പിറകോട്ടെടുത്ത കൈ ആരോ 2 പേർ പിറകിൽ കൂട്ടി ബന്ധിച്ചു. ആരുടെ? അഭിമന്യുവിൻ്റെ. ഹൃദയം പിളർത്തി ഒറ്റ കുത്തിയിട്ട് കത്തിയൊന്ന് തിരിച്ചു. ഇത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഊക്കിൽ പിന്നിൽ നിന്നവർ കൈവിട്ടു. പിറകോട്ട് അവൻ തെറിച്ചു. 3ാമത്തെ കുത്ത് വിനീതിന് കൊള്ളുമ്പോൾ കുട്ടികൾ പിറകോട്ട് വലിഞ്ഞു. കത്തികളുമായി തെമ്മാടികൾ മുന്നോട്ടും. എന്നിട്ട് ബ്രിട്ടോ പറയുകയാണ്, കൊടുങ്കാറ്റ് പോലെ അലറിയ ഒരു നിലവിളി കേട്ടു. ബ്രാക്കറ്റിൽ അഭിമന്യുവിൻ്റെ അമ്മ പൂവതിയുടെ. ബ്രിട്ടോ പറയുകയാണ്, അലറിയ ഒരു നിലവിളി കേട്ടു. ആരുടെ? അഭിമന്യുവിൻ്റെ അമ്മ പൂവതിയോട്. എന്തായിരുന്നു നിലവിളി? ഞാൻ പെറ്റ മകനെ എൻ്റെ രാസാവേ എന്നുള്ള ആ നിലവിളി ബ്രിട്ടോയുടെ മനസ്സിൽ പ്രകമ്പനം കൊള്ളുന്ന. ഒരുപാട് കരച്ചിലുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെൻ്റെ നെഞ്ചകം തകർത്തു എന്നാണ് ബ്രിട്ടോ പറയുന്നത്.
ഒട്ടോ പറയുകയാണ്, ഞാൻ ഒരുപാട് കരച്ചിലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അഭിമന്യുവിൻ്റെ അമ്മ ഭൂവതിയുടെ ഞാൻ പെറ്റ മകനെ എൻ്റെ രാസാവേ എന്ന് പറയുന്ന ആ കരച്ചിൽ എൻ്റെ നെഞ്ചകം തകർത്തു എന്നാണ് സൈമൺ ബ്രിട്ടോ പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അശക്തനാണ് കൂടുതൽ സംസാരിക്കാൻ. ഇതൊരൊറ്റ ചോദ്യമേ CPM നേതാക്കന്മാരുടെ കൂടെയുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിമന്യു എന്ന് പറയുന്ന ഈ വിപ്ലവകാരിയായ ചെറുപ്പക്കാരനെ കൊന്ന SDPI എന്ന് പറയുന്ന മത തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരിൽ നിന്ന് വോട്ട് വാങ്ങാൻ കഴിയുന്നത്? എങ്ങനെ വോട്ട് വാങ്ങാൻ കഴിയും? അഭിമന്യുവിനെ കൊന്ന ആ നരാധമന്മാരിൽ നിന്ന്, ആ തീവ്ര വർഗീയ സംഘടനകളിൽ നിന്ന്, ആ ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് എങ്ങനെയാണ് പിണറായി വിജയ, എങ്ങനെയാണ് MA ബേബി, എങ്ങനെയാണ് MV ഗോവിന്ദ നിങ്ങൾക്ക് വോട്ട് വാങ്ങാൻ കഴിയുന്നത് എന്നാണ് വളരെയധികം മനോവ്യഥയോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്.